രാജേഷ് മേനോൻ പാലക്കാട്ട് നിന്നുള്ളൊരു സാംസ്കാരിക പ്രവർത്തകനാണ്. സുധീഷിൻ്റെ ഈ പ്രദർശനം കാണുകയുണ്ടായി. ചരിത്രം തന്നെ ഒരു കെട്ടുകഥയായി മാറപ്പെടുന്ന ഒരു കാലത്ത് ഗാന്ധിജിയെ മാത്രമല്ല ചരിത്രത്തെ തന്നെ നമുക്ക് എങ്ങനെയൊക്കെ ആവിഷ്കരിക്കാൻ കഴിയും, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ എങ്ങനെയൊക്കെ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളത് തീർച്ചയായിട്ടും ഈ കാലത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവുമാണെന്നാണ് ഞാൻ കരുതുന്നത്. ആ നിലയിൽ ഗാന്ധിജിയുടെ ജീവിതത്തെയും അത് ഉയർത്തിപ്പിടിച്ച സന്ദേശത്തെയും സമകാലിക ഇന്ത്യയിൽ ഇത്തരത്തിൽ ആവിഷ്കരിക്കുക എന്നുള്ളത് എല്ലാ തലമുറയിൽപ്പെട്ട ആളുകൾക്കും കാലത്തിലൂടെ സഞ്ചരിക്കാനും ചരിത്രത്തിലൂടെ സഞ്ചരിക്കാനുമുള്ള ഒരു സവിശേഷ സന്ദർഭമായിട്ട് മാറുന്നുണ്ട്. അതൊരു ചിത്രപ്രദർശനം എന്നുള്ള നിലയിൽ മാത്രമല്ല, അത് കലയും ചരിത്രവും സംസ്കാരവും അതിൻ്റെ പ്രയത്നവും എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ആവിഷ്കാരമായി തീരുകയും അത് കാണാനെത്തുന്ന ആളുകളിലേക്ക് ഒരു കാലം മാത്രമല്ല, അത് കടന്നു വന്ന ഒരു ജീവിതം എങ്ങനെ എന്നതുകൂടി നമ്മളെ അനുഭവിപ്പിക്കുകയും അത് വരാനിരിക്കുന്നൊരു കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമായി തീരുകയും ചെയ്യും എന്നാണ് ഈ പ്രദർശനത്തിൻ്റെ ഒരു സവിശേഷത. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പ്രദർശനം വരാനിരിക്കുന്ന ഒരുപാട് തലമുറകൾ കൂടി ഇത് കാണേണ്ടതുണ്ട്. ചരിത്രത്തെ എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ കെട്ടുകഥയായി തീരുകയും ഗാന്ധി എങ്ങനെയാണ് കൊല്ലപ്പെട്ട ഒരു മനുഷ്യനായി തീരുന്നത് എന്നും മനസ്സിലാക്കുന്നതിന്, തിരിച്ചറിയുന്നതിന്, ആ ബോധത്തിലേക്ക് നമ്മളെ ഉണർത്തുന്നതിന് ഈ ഒരു പ്രദർശനം അത് ഇതിനു വേണ്ടി പ്രയത്നിച്ച പ്രിയപ്പെട്ട ഗോപികൃഷ്ണനും സുധീഷിനും വളരെ ആത്മാർത്ഥമായ സ്നേഹവും അഭിവാദ്യങ്ങളും അറിയിക്കുന്നു.